നീ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ അത്ര എറിക്കുന്നില്ല എന്ന് തോന്നുന്നു, ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് ഇറങ്ങുന്നില്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ടുണ്ട്, ഞാൻ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, എനിക്കതിന് കഴിവില്ലേ. ജയിക്കണം, എനിക്ക് തോൽക്കാൻ ചേച്ചിക്ക് മനസ്സുണ്ടായിരുന്നില്ല ഒരിക്കലും. പക്ഷെ അങ്ങനെ ഓരോരുത്തരും ഇതുകൊണ്ടും ചേച്ചി സത്യം പറയും, ഒരു നിമിഷമെങ്കിലും തളർന്നു പോയിട്ടില്ലേ? ഒരുപാട്. കൂടെ നിന്നവർ ചതിച്ചപ്പോൾ, ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടം വന്നപ്പോൾ, വലിയ കടക്കാരിയായി മാറിയപ്പോൾ, സ്നേഹത്തോടെ പൈസ തന്ന് സഹായിച്ച മനുഷ്യർക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാതായപ്പോൾ, കണ്ടന്റ് കൊടുക്കണം. അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും മാത്രമുള്ളൊരു കപ്പാസിറ്റി എനിക്കില്ല. ദാറ്റ് മീൻസ് ഞാൻ ഞാനായിട്ട് നിൽക്കും. ഓക്കെ, ഞാനായിട്ട് നിൽക്കുന്നതിനെ അത് ഗെയിം എന്ന് പറയാമോ ലൈഫ് എന്ന് പറയാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. രണ്ടാമതൊരു കല്യാണം കഴിച്ചൂടെ, അല്ലെങ്കിൽ നീ എല്ലാം ബാക്ക് ടു ബാക്ക് ഓരോരോ ബിസിനസ്സുകളായിട്ട് ഫ്ലോപ്പ് ആവുന്നു, അപ്പം നീ ചെയ്യുന്നതിനകത്ത് എന്തോ കുഴപ്പങ്ങളുണ്ട്, അങ്ങനെ കുറ്റങ്ങളും കുറവുകളും പരാതികളും പരിഭവങ്ങളും ഇത് മാത്രം കേട്ടോണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേ മറുപടികൾ കൊണ്ട് തൃപ്തിപ്പെടുത്താനും നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഈ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയാനും തിരുത്താനും അങ്ങനെ അല്ല എന്ന് സംസാരിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു ഞാൻ. പിന്നെ എനിക്ക് മനസ്സിലായി ഒരു കാര്യവും നമ്മുടെ ചെലവുകൾ കുറയില്ലല്ലോ. ടിപ്പിക്കൽ മലയാളി എപ്പോഴും ലോണിന്റെ പുറത്തല്ലേ. സാലറി വന്നാൽ ചിലപ്പോ 1 മിനിറ്റത്തേക്കൊക്കെ മെസ്സേജ് കാണുന്ന സമയം ഞാൻ മരിക്കുമ്പോൾ എൻ്റെ രക്തബന്ധമോ സൗഹൃദമോ ഒന്നും അല്ലാത്ത ഒരു കൂട്ടം മനുഷ്യര് എന്നെ ഓർത്ത് ഒരു നിമിഷമെങ്കിലും, അത്രയ്ക്ക് മതി. ബ്യൂട്ടിഫുൾ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പെയ്തൊഴിയാതെ ഇത് ചേച്ചിക്ക് എന്താ പറയുക, വീണ് കിട്ടിയ ഒരു നിധി എന്നൊക്കെ ചേച്ചി വിചാരിക്കുന്ന പോലെ. ഓക്കെ, അതിനകത്തും ചെയ്യുന്ന കഥാപാത്രത്തിന് ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നല്ല റെസ്പോൺസും വരും. എത്രയായാലും നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് നല്ലതും ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഇഷ്ടമായെന്നും ഉണ്ടാവില്ല. പക്ഷെ യൂഷ്വലി എങ്ങനെ ചേച്ചി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കും കാതു കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെ വിമർശനങ്ങൾ ആദ്യം കുറേ കാലങ്ങൾക്ക് മുൻപൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അയ്യോ, നമ്മളെ ആൾക്കാർ ഒട്ടും മനസ്സിലാക്കാണ്ട് എന്താ ഈശ്വരൻ ഇങ്ങനെ പെരുമാറുന്നത്, ഇത് ക്യാരക്ടറായിട്ട് കണ്ടാൽ പോരെ, നമ്മൾ റിയൽ ആയിട്ട് എന്തിനാ കാണുന്നതെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം ഈ വിമർശനങ്ങൾ ഒരു പരിധി വരെ നല്ലതാണ്. എന്നെ കുറിച്ച് വിമർശിക്കാനെങ്കിലും ചർച്ച ചെയ്യുന്നില്ലേ, അങ്ങനെ വിചാരിക്കുന്നു. ഈ ലോകത്ത് എന്തോരം ആൾക്കാരുണ്ട്, കേരളത്തിൽ എന്തോരം മനുഷ്യരുണ്ട്, മലയാളികൾ എത്ര പേരുണ്ട്, അതിൽ എത്ര ആർട്ടിസ്റ്റുകളുണ്ട്, എത്ര പേർക്ക് ജോലിയുണ്ട്, ജോലിയുള്ളവരിൽ എത്ര പേര് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതിലൊരാളായിട്ട് ഞാൻ വിമർശനത്തിലെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ രാധിക മാഡത്തിന്റെ മോൻ തന്നെയാണ്. ചേച്ചിയും പറഞ്ഞു അത് ഞാൻ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ചേച്ചിയുടെ ചീക്സ് ഒക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് ചേച്ചി പറഞ്ഞിട്ടുമുണ്ട് ചേച്ചിക്ക് ഇഷ്ടമാണ്, ചേച്ചിക്ക് അവരെ പോലെ തന്നെ ആവണം അല്ലേ. അത് ഞാൻ പെട്ടെന്ന് ആദ്യം എനിക്ക് ഫേസ് ആണ് ഭയങ്കര റിസംബ്ലൻസ് തോന്നി. അപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അവരെ പോലെ തന്നെ അവര് സൈമിൾട്ടേനിയസ്ലി ആക്ടിങ്ങും അതേപോലെ തന്നെ ബിസിനസ്സും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു ലേഡിയാണ്, ഫാമിലിയും എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട്. ആൻഡ് ഷീ ഈസ് വെരി ഭയങ്കര ബോൾഡ് ആൻഡ് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വുമൺ. മാമിന്റെ ചെറുപ്പം മുതൽ മാം ഇതുവരെ സഞ്ചരിച്ചെടുത്ത എല്ലാ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും മാമിനെ ക്രിട്ടിസൈസ് ചെയ്യും. അതായത് മാം എന്തിലിറങ്ങിയാലും, പൊളിറ്റിക്സിലിറങ്ങിയാലും, സിനിമ നിർമ്മിക്കാൻ ഇറങ്ങിയാലും, സീരിയൽ നിർമ്മിക്കാൻ ഇറങ്ങിയാലും, പിന്നെ അഭിനയിക്കാൻ എല്ലാത്തും. പക്ഷെ മാം ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ആകണം, എല്ലാവരും അങ്ങനെ ആകണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതൊരു എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, അച്ചീവ് ചെയ്യല്ലേ. അത് രാധേച്ചി അവര് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. ആ ഒരു ഫയർ നമുക്ക് കിട്ടും ശരിക്കും. ഇപ്പൊ കാണുമ്പോ പോലെ എനിക്ക് ആരെങ്കിലും ചായ പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര്. അതാണ് എനിക്ക് ചേച്ചി സ്ട്രെയിറ്റ് ലൈൻ ഹെയർ എടുത്തിട്ട് അതുപോലെ ഒരു കോട്ടൺ സാരി കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോ
ശരിക്കും ഇപ്പൊ തന്നെ അതെ, എനിക്ക് ആ നല്ല ചായ എങ്ങനെ വരണു. ചേച്ചി പറഞ്ഞ പോലത്തെ ആ ഒരു യാത്രയുടെ സമയത്ത് 2 കുട്ടികളും ഉണ്ട്, ഉത്തരവാദിത്വം നന്നായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുകയും നമുക്ക് വരേണ്ട വരുന്ന കുറെ ചാൻസസ് ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴത്തെ ആ ഒരു ക്രൈസിസ്, കാരണം ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തകർന്നടിഞ്ഞു വീണിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 10-22 വർഷമായിട്ട് എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ടെന്ന് എണ്ണിയേ തീരില്ല. 100 99 പൊട്ടും. എനിക്ക് ഇഷ്ടം പോലെ ബാധ്യതകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ കയറും, പിന്നെയും ശ്രമിക്കും, പിന്നെയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അഭിനയം മാത്രമല്ല, അഭിനയത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമേ എനിക്ക് എൻ്റെ കുടുംബജീവിതം, മക്കളുടെ വിദ്യാഭ്യാസം, പഠനം, മറ്റു കാര്യങ്ങളെല്ലാം നന്നായിട്ട് സമൃദ്ധിയായിട്ട് ചെയ്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ബിസിനസ്സും ചെയ്യും, അതിനോടൊപ്പം അഭിനയിക്കുകയും ചെയ്യും. എനിക്ക് ഇരട്ടി ജോലി ഭാരമാണ്, പക്ഷെ അത് ജോലി ഭാരമായിട്ട് ഞാൻ കാണാറില്ല. എനിക്കത് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ബിസി ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ഒറ്റയ്ക്കിരുന്ന എനിക്ക് വേണ്ടാത്ത ചിന്തകളെല്ലാം മനസ്സിലേക്ക് വരും. എനിക്ക് ബിസിയായിട്ട് ജോലി ചെയ്ത് തളർന്നു വന്ന് കിടന്നുറങ്ങുന്നതാണ് എനിക്കിഷ്ടം. അപ്പൊ ചേച്ചിയുടെ ഈ ഒരു പീരീഡില് അച്ഛനും അമ്മയും മോള് ഇങ്ങനെ കുറെ ഒറ്റയ്ക്ക് ഒരു ആൺകുട്ടി ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്ന പോലെ ആ ഒരു സ്ട്രോങ് മകളെ അവരെ അത് കണ്ട് അവരെ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഓരോരോ ഡിസിഷൻസ് എടുക്കുമ്പോൾ അവർ വേദനിച്ചിരുന്നു. മകളുടെ ലൈഫ് പോവുകയാണ്, അവൾ ഒറ്റയ്ക്കാണ്, അവൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, അവൾ പെട്ടുപോകും, എല്ലാ അച്ഛനും അമ്മയ്ക്കുള്ള കൺസേൺ. പിന്നെ അവരെ നോക്കുമോ, അവർക്ക് 2 പെൺമക്കളല്ലേ, അവരെ നോക്കുമോ? പക്ഷെ ഞാൻ അതെല്ലാം തിരുത്തി. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമാവുന്നു. എൻ്റെ അച്ഛൻ മരിക്കുന്നവരെയും എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ അച്ഛനെ ഹാപ്പിയായി നോക്കി. അപ്പം എൻ്റെ അമ്മ കൂടെയുണ്ട്, എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ അമ്മയെ ഹാപ്പിയാക്കി നിർത്താറുണ്ട്. അമ്മ എൻ്റെ അടുത്ത് വരത്തില്ല, ഒറ്റയ്ക്ക് നിൽക്കും എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ഇപ്പം എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട്. കാരണം അമ്മയ്ക്ക് അറിയാം അച്ഛൻ എനിക്ക് ഭയങ്കര ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനെയാണ്. അപ്പം എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അച്ഛൻ പോയ വിടവ് നികത്താൻ ആരാലും പറ്റില്ലെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. അപ്പം അമ്മ ആ ഒരു മൊമെൻറ്റിൽ നിന്ന് എന്നെ ഒന്ന് പിടിച്ച് നിർത്തി, കൂടെയുണ്ട്. അപ്പോൾ അവർക്കറിയാം ഞാൻ അവരെ നോക്കും, അവരെ സംരക്ഷിക്കും, എന്നെക്കൊണ്ട് പറ്റും പോലെ. അപ്പം മരിക്കുന്നതിന് മുന്നേ അച്ഛന് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ മോളെ ഒരു മോനാക്കി വളർത്തിയത് കൊണ്ടുള്ള. പറഞ്ഞോ, മരിക്കുന്നതിന് കുറേ നാൾ മുമ്പ് മോളുടെ വിവാഹ നിശ്ചയത്തിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇരുന്നിട്ട് ചോദിച്ചു, അല്ല ഇതിപ്പോൾ എങ്ങനെയാ ഇപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാം അങ്ങ് തീരുമാനിക്കുക, എന്താ ഇപ്പോൾ മനസ്സിൽ? ഞാൻ ഒക്കെ നടക്കും വെച്ചാൽ ഞാൻ അങ്ങനെ പറയാറുള്ളൂ. അച്ഛനോടും അമ്മയോടും ഒരു ടെൻഷനും ഞാൻ അവരെ അറിയിക്കത്തേ ഇല്ല. ഒരിക്കലും ഞാൻ അവർക്ക് ഒരു പ്രയാസം കൊടുക്കാൻ, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരറിയില്ല എനിക്ക് എത്ര പ്രശ്നമുണ്ടെന്ന്. അപ്പം ഞാൻ നമ്മളിതുവരെ നടത്തിയില്ല വെച്ചാൽ എല്ലാം നടക്കും, ഒക്കെ സമാധാനമായിട്ടിരിക്കുക. അന്ന് എൻ്റെ മോളോട് എൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അവൾക്ക് ഇങ്ങനെ ജീവിതത്തിനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അവൾ എവിടെയെങ്കിലുമൊക്കെ തകർന്ന് മണ്ണടിഞ്ഞ് പോകുന്ന പ്രതീക്ഷയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അവളെ എനിക്ക് കരയിപ്പിക്കരുത്. എനിക്ക് അവൾ ശരിക്കും മോളല്ല, മോനെ പോലെയാണ്. അപ്പം എൻ്റെ മോള് പറഞ്ഞാൽ എന്താ പെൺകുട്ടികൾക്ക് പറ്റില്ലേ, എന്താ അപ്പൂസ് അങ്ങനെ പറയണേ എന്നൊക്കെ. അതുകൊണ്ടല്ല, ഒരു മകൻ നോക്കുന്ന പോലെ തന്നെ അവളെല്ലാം ചെയ്യണം. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവളിൽ നിന്ന്. ആ അച്ഛൻ പറഞ്ഞു ആ വാക്ക് എനിക്ക് ഭയങ്കര നിധി പോലെ ഞാൻ സൂക്ഷിച്ചു. ശരിക്കും അച്ഛൻ ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അച്ഛൻ അന്ന് അങ്ങനെ വളർത്തിയത്. പക്ഷെ അതെങ്ങനെയൊക്കെയോ വന്നു ചേർന്നതാ. അച്ഛനും ചിലപ്പോൾ ഞാൻ ആലോചിക്കും, അച്ഛൻ്റെ ആത്മാവുണ്ടെങ്കിൽ അച്ഛൻ കേൾക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും, അച്ഛൻ ഓരോ മൊമെൻറ്റും ആസ്വദിക്കുന്നുണ്ടാവും. എൻ്റെ മകളുടെ വിവാഹമൊക്കെ എൻ്റെ അച്ഛൻ്റെ ഡ്രീമായിരുന്നു എന്നേക്കാൾ. അപ്പോൾ അത് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ അച്ഛൻ കാണുന്നുണ്ടെന്നായിരുന്നു. അപ്പോൾ അച്ഛൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ഈ ചെരുപ്പും ഒക്കെ നമ്മൾ മരണത്തിന് ചടങ്ങുകൾക്ക് ശേഷം നമ്മളിത് ഉപേക്ഷിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഹിന്ദു ആചാരപ്രകാരം. അപ്പം അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരു സംവിധാനത്തിൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും അടുത്തൊരു ചേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹം അതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ കൂടെ നിന്ന് ചെയ്താൽ. അപ്പോൾ ഈ ചെരുപ്പ് അദ്ദേഹം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഇത് കളയാൻ കൊണ്ടുപോകുന്ന സമയത്ത് കടലിൽ പക്ഷെ ഇത് അദ്ദേഹം മനഃപൂർവ്വമല്ല, മിസ്സായതാ. ഈ ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഈ വിവാഹത്തിൻ്റെ അന്ന് പുള്ളിക്ക് അത് കളയാൻ തോന്നുന്നില്ല, പുതിയ ചെരുപ്പായിരുന്നു. അപ്പോൾ പുള്ളി ആ കല്യാണത്തിന് അത് ഇട്ടിട്ട് വന്നു. ഞാനിത് അറിയുന്നില്ല.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നമ്മുടെ കല്യാണത്തിന് എല്ലാ കാര്യത്തിനും ഓടി നടന്ന് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാട്ടോ എനിക്കൊപ്പം ഉള്ളത്. എൻ്റെ അടുത്ത് നിന്ന് 1 രൂപയോ ഒരു നല്ല വാക്കോ ഒരു മുട്ടായി പോലും പ്രതീക്ഷിക്കാതെ എന്നെ ചേർത്ത് നിർത്തുന്ന മനുഷ്യരാണ് എൻ്റെ കൂടെ എല്ലാവരും. അപ്പം അദ്ദേഹം വന്ന് ഓടി നടന്നെല്ലാം ചെയ്യുകയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കഥ അറിയണത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിങ്ങി പൊട്ടിപ്പോയി. എൻ്റെ അച്ഛനവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഫീല് ഭയങ്കര. ആർക്കും ഇങ്ങനത്തെ ഒരു എന്താ പറയാ, പെൺകുട്ടികൾ എല്ലാവരും ബോൾഡ് ആവണം, അല്ലെങ്കിൽ സ്ട്രോങ്, തന്നെ കേപ്പബിൾ ആവണം, എല്ലാം ചെയ്യാൻ എന്നൊക്കെ നമ്മൾ എല്ലാവരോടും പറയും. ഞാൻ എൻ്റെ മോളുടെ അടുത്തും ഒക്കെ പറയണ കാര്യമാണ്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ നമ്മൾ ആരും ആഗ്രഹിക്കുന്നതും ഒരിക്കലുമല്ല. നമ്മുടെ മക്കള് പ്രതീക്ഷിക്കുന്നതും. സങ്കടപ്പെടണം നമ്മൾ പ്രതീക്ഷിക്ക്. ഒരച്ഛനും അമ്മയും നമ്മുടെ മക്കള് നശിച്ചു പോകണമെന്ന് വിചാരിക്കില്ലല്ലോ. എന്ത് വന്നാലും പിടിച്ചു നിൽക്കണമെന്ന് വിചാരിക്കുള്ളൂ. അവർക്ക് ദുരന്തങ്ങളൊന്നും വരരുതെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും. ചേച്ചിക്കും ഒരു മോളായി, മൂത്തത് മോളെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ അന്നേരം ആ മോളെയും എങ്ങനെയാ അപ്പോൾ വളർത്താൻ ചേച്ചി? അയ്യോ ഭയങ്കര സങ്കടമായിരുന്നു. അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു. ഇനിയും വേദന. അച്ഛൻ്റെ വിഷമം പെൺകുട്ടിയാണെന്നുള്ളതിലല്ല, ഈ സങ്കടങ്ങൾ കൂടുതൽ പെൺകുട്ടികൾക്ക് വരുന്നല്ലോ എന്നുള്ള വിഷമാണ്. അച്ഛനും പെങ്ങന്മാരുണ്ട്. അച്ഛൻ പെങ്ങന്മാരുടെ ഇടയിൽ വളർന്ന ഒരാളാണ്. സ്ത്രീകളുടെ വിഷമത്തിന് നന്നായിട്ട് അച്ഛൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ മകനോ അല്ലെ എൻ്റെ ആൺ സുഹൃത്തുക്കൾക്കോ ഒന്നും ഇല്ലാത്തൊരു ക്വാളിറ്റി അച്ഛനിലുണ്ടായിരുന്നത്. അച്ഛന് പെട്ടെന്ന് പെൺകുട്ടികളുടെ സങ്കടങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അവർക്കത് സങ്കടമാണ്. അവർക്കിപ്പോൾ സങ്കടം വരും. അവരോട് അങ്ങനെ ചെയ്യരുത് എന്നൊരു അവസ്ഥ അച്ഛനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ മക്കൾ വന്നിട്ടാണെന്നാണ് അമ്മ പറയുന്നത്. അമ്മ പറഞ്ഞാൽ ഞങ്ങൾ 2 പെൺകുട്ടികളായതിനു ശേഷമാണ് അങ്ങനെ ഒരു ചേഞ്ച് അച്ഛന് വന്നത്. അതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് അമ്മ പറയണത്. വാട്ടെവർ, അച്ഛൻ അങ്ങനെ ഉണ്ടായിരുന്നു. മോളുടെ കാര്യത്തിലുമൊക്കെ അച്ഛന് ഭയമുണ്ട്. അച്ഛൻ വിവാഹം പോലും അച്ഛന് ഭയമാണ്. മോളോട് ഒരുപാട് തവണ പറഞ്ഞു, വിവാഹം അപ്പൂസിന് ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും മോള് ഓക്കെ ആണല്ലോ അല്ലേ, ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ. അതാണ് എനിക്കും എപ്പോഴും ഉള്ളത്. എനിക്കൊന്ന് പകർന്നു കിട്ടിയതാണോ അനുഭവത്തിൽ നിന്ന് വന്നതാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ. എന്നോട് ഇപ്പോഴും എല്ലാവരും എല്ലാ ദിവസവും കാണുമ്പോഴേക്കും ഈ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള നമുക്ക് അടുത്ത് പരിചയമില്ലാത്ത ആൾക്കാർക്ക് വീഡിയോസൊക്കെ കണ്ടു കേട്ടോ, സുഖമല്ലേ, ഓക്കെ അല്ലേ, അപ്പോഴും ഞാൻ ഓക്കെയാണ് എന്ന് പറയില്ല. കുഴപ്പമില്ല എനിക്ക് അങ്ങനെ പറയാനാണ് എനിക്ക് പേടിയാ. സത്യമായിട്ട് എനിക്ക് പേടിയാ. എനിക്ക് ഭയങ്കര പേടിയാ കാര്യത്തിലൊക്കെ. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു ഫിയർ. കാരണം നമുക്കൊരു കണ്ണുദോഷോ ഒരു ദൃഷ്ടി ഒരു ചെറുതായിട്ട് അത്രയ്ക്ക് മതി. പറയുമ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവരവരുടെ ജീവിതത്തിലോട്ട് വരുമ്പോഴാണ് ഓരോ കാര്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്നതും മനസ്സിലാക്കുന്നതും. നമ്മൾ രണ്ടുപേരുടെ സംസാരിക്കുന്ന ഇൻ്റർവ്യൂ പുറത്ത് വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെ എന്തോരം ക്രിട്ടിസൈസ് ചെയ്ത ആളുകൾ പറയുന്നറിയോ. ഇതേ ആളുകൾക്ക് നമ്മൾ പറയുന്നതിനേക്കാൾ മോശമായ അനുഭവങ്ങൾ വരുമ്പോൾ ഒരിക്കലെങ്കിലും ഇവർ നമ്മുടെ ഇൻ്റർവ്യൂ അറിയാതെയെങ്കിലും കണ്ടാൽ മനസ്സുകൊണ്ടെങ്കിലും സോറി പറയും. ഇത് മനുഷ്യർക്ക് വ്യത്യസ്തമല്ലേപ്പാ അവസ്ഥകൾ. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലാണ്. നമ്മളിത് പറയും. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് എന്നോട് ചോദിക്കുന്നതും ഞാൻ പറയുന്നതും ഒക്കെ ഞാനുമായി അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളുമായി സിമിലാരിറ്റി ഉള്ള മനുഷ്യരിൽ എന്തെങ്കിലും ഒരു സർവൈവ് ചെയ്യാൻ, ഓവർകം ചെയ്യാൻ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കിട്ടുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് മാറ്റാനെടുക്കാനൊന്നുമില്ല. ഒരാൾക്ക് നമ്മളുടെ ഈ ഒരു ഇത് കാണുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ നിന്ന് കിട്ടിയാൽ നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട്. ചേച്ചിയുടെ ആ ഒരു യാത്രയിലൊക്കെ ഒറ്റയ്ക്ക് ചേച്ചി മാക്സിമം ഇപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 100,000 ബിസിനസ്സുകൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. ഒന്ന് ഫ്ലോപ്പ് ആവും, അപ്പോഴും ചേച്ചി മനസ്സുകൊണ്ട് തളർന്നില്ല, അടുത്തതിലേക്ക് പോയി. അതിനിടയിൽ ചേച്ചി അഭിനയിക്കാൻ പോകും. എങ്ങനെയെങ്കിലും നമുക്ക് എനിക്ക് പിടിച്ചു നിൽക്കണം, ജയിക്കണം, എനിക്ക് തോൽക്കാൻ ചേച്ചിക്ക് മനസ്സുണ്ടായിരുന്നില്ല ഒരിക്കലും. പക്ഷെ അങ്ങനെ ഓരോരുത്തും ഇതുകൊണ്ടും ചേച്ചി സത്യം പറയും, ഒരു നിമിഷമെങ്കിലും തളർന്നു പോയിട്ടില്ലേ? ഒരുപാട് നിമിഷങ്ങളിൽ കൂടെ നിന്നവർ ചതിച്ചപ്പോൾ, ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടം വന്നപ്പോൾ, വലിയ കടക്കാരിയായി മാറിയപ്പോൾ, സ്നേഹത്തോടെ പൈസ തന്ന് സഹായിച്ച മനുഷ്യർക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാതായപ്പോൾ, ഇതൊക്കെ എന്നെ അവരൊക്കെ ഞാനൊരു മോശം കള്ളിയായിട്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത ഒരാളായിട്ടോ ഒക്കെ എന്നെ കാണുന്നതും കേൾക്കുന്നതും എന്നെ അറിയുന്നില്ല അവർ.
അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. അവരുടെ പൈസയ്ക്ക് മൂല്യമുണ്ട്. അവർ നമ്മളെ സഹായിച്ചവരാണ്. അവരെന്തു പറഞ്ഞാലും നമ്മൾ കൊടുക്കണം. ആ പൈസ തിരിച്ചു കൊടുക്കുന്നവർ അവർ പറയണത് എല്ലാം കേട്ടേ പറ്റുള്ളൂ. അതിനകത്ത് നമ്മൾ വികാരഹീനരായിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ തളരാറുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്. പക്ഷെ ഞാൻ ഈ സങ്കടങ്ങളെല്ലാം ചാഞ്ഞിരിക്കാൻ തോളില്ല. അതില്ലാത്തിടത്തോളം കാലം ഞാൻ എഴുന്നേറ്റ് നടക്കും. എടാ, ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് എനിക്ക് കാലൊന്ന് സ്കിപ്പായി, നട്ടലിൻ്റെ പോർഷനിൽ ഇങ്ങനെ സ്കിപ്പായി മാറി. ഈ നട്ടലിൻ്റെ ഭാഗം സ്കിപ്പായി മാറി നിൽക്കും. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, നമുക്കിത് വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, പക്ഷേ ഇത് ഭിത്തിയിലാണ് അടിക്കും പോലെയാണ് ഓപ്പറേഷൻ ചെയ്യാൻ. പക്ഷേ നമുക്ക് ഗ്രാജുവലി ഇത് മാറാനും പറ്റും. അങ്ങനെ എൻ്റെ ബ്രദർ പറഞ്ഞിട്ടാണ് ആയുർവേദത്തിൽ പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇറ്റ് വിൽ ടേക്ക് ടൈം ഉമ്മ. ഇത് എഴുന്നേറ്റ് നടക്കാനും ഉമ്മയ്ക്ക് ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് ജോലി ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് സമയമെടുക്കും. നല്ല റെസ്റ്റ് കൊടുക്കണം, നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പറഞ്ഞാൽ വിശ്വസിക്കില്ല, 33 ദിവസമായപ്പോൾ ഞാൻ 18ാമത്തെ ദിവസം ഞാൻ വീൽ ചെയറിൽ ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ പോയി തൊഴുതു. 33 ദിവസത്തിൽ ഞാൻ എഴുന്നേറ്റു, ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ വീൽ ചെയറിൽ ഇരുന്ന് ഞാൻ അഭിനയിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് പോയി ഞാൻ അഭിനയിച്ചു. എന്നോട് എല്ലാവരും ചോദിച്ചു. ആ പ്രൊഡ്യൂസർ എൻ്റെ കൂടെ നിന്നു. ആ ചാനൽ എൻ്റെ കൂടെ നിന്നു. ആ ചാനൽ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ എൻ്റെ കൂടെ നിന്നു. അത് മറ്റാരുമല്ല, കളിവീട് സീരിയലിൻ്റെ പ്രൊഡ്യൂസർ ഷാൻ സാറാണ്. എന്നെ മാറ്റാൻ വേണമെങ്കിൽ, അതേപോലെ തന്നെ ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദത്തിൻ്റെ പ്രൊഡ്യൂസർ ബോസും ജോസേട്ടനും ഒക്കെ എന്നെ വേണമെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഈ 2 സീരിയലിലും ഒരേപോലെ എന്നെ വീൽ ചെയറിൽ ഇരുത്തി അഭിനയിപ്പിച്ചു. അവർക്ക് എന്നെ റീപ്ലേസ് ചെയ്യാം. ഞാനെന്താ ഇവിടുത്തെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് പകരം 1000 പേര് മിടുക്കരായിട്ടുള്ള ആൾക്കാർ വരും. പക്ഷെ അവരെന്നെ റീപ്ലേസ് ചെയ്തില്ല. എന്നെ വീൽ ചെയറിൽ ഇരുത്തി എന്നെ അഭിനയിപ്പിച്ചു. ഞാൻ അഭിനയിച്ചു. അതിന് കാരണം അപ്പം എന്നോട് എനിക്ക് പൊട്ടിപ്പൊളിയുന്ന വേദനയായിരുന്നു. എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സഹിച്ചു ഞാൻ. ഇപ്പോഴും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നട്ടലിനുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ ആലോചിക്കുമ്പോൾ, ഞാൻ വീണാൽ എൻ്റെ കുടുംബം വീഴും, എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ വീഴും. ഞാൻ മാത്രമേ ഉള്ളൂ. എഴുന്നേറ്റേ പറ്റൂ. എഴുന്നേറ്റു. അത് മെൻ്റലി ഉള്ളൊരു സാധനമാണ്. അത് നമ്മൾ എഴുന്നേറ്റ് പോകും. അത് എപ്പം നമുക്ക് താങ്ങാൻ ആൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, അപ്പം നമ്മൾ ചിലപ്പം റെസ്റ്റ് എടുക്കാനൊക്കെ തോന്നും. സത്യം. വെറുതെ അല്ല മോള് പറയണത്, അയൺ ലേഡിയാണ്. അവളെ കണ്ടിട്ടുണ്ടാവില്ലേ, ജനിച്ചപ്പോൾ മുതൽ അമ്മയുടെ ഈ ഒരു സ്ട്രഗിൾ, അമ്മ ഓരോ കാര്യത്തിലും ഫേസ് ചെയ്യണത്. കുട്ടികൾക്കല്ലേ ഏറ്റവും കൂടുതൽ കാണുന്നുണ്ടേ അവർ ഞാൻ എപ്പോഴും അവരോട് പറയും, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കണമെന്നല്ല, പക്ഷെ ഒരു കാര്യമുള്ളൂ, എനിക്കുണ്ടായ വീഴ്ചകൾ നിങ്ങൾക്ക് വീഴാതിരിക്കണം. ഞാൻ എന്നെ കണ്ട് പഠിക്കണമെന്ന് ഇവർ രണ്ടുപേരോടും പറയാറില്ല. രണ്ടുപേരും എന്നെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഞാൻ പറയും, എനിക്കുണ്ടായ വേദന അല്ലെങ്കിൽ ഞാൻ എവിടെ വീണു എന്ന് മാത്രം നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അവിടെ വീഴാതിരിക്കുക. അത്രേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 2 പേരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഉണ്ടാവും, കൂടെ ആരെങ്കിലും ഉണ്ടാവും, അങ്ങനെ ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ പഠിക്കുക, പഠിച്ച് സ്വന്തമായി ജോലി വാങ്ങിക്കുക, എപ്പോഴും ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ഏർണിങ്സ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, മനുഷ്യരോട് മര്യാദയ്ക്ക് പെരുമാറുക. ഇത്രയൊക്കെ മതി ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ. ബാക്കിയൊക്കെ ദൈവം തന്നോളൂ. ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാനുണ്ട്, വേറെ ആരെങ്കിലും ഉണ്ടെന്നൊന്നും പറഞ്ഞ് ജീവിക്കരുതേ പ്ലീസ്. ശരിയാണ് ചേച്ചി പറഞ്ഞല്ലേ, ചാരാൻ ഒരു തോളുള്ളപ്പോൾ നമ്മൾ അറിയാതെ ഒന്നും പോയിട്ട് അവിടെ ഒന്നും ഇരുന്ന് പോകും. എൻ്റെ മോള് എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവൾക്ക് ഞാനുണ്ട് എന്നുള്ളത് കൊണ്ട് അവൾ പല കാര്യങ്ങളെ, വിദ്യാഭ്യാസത്തെ, ജോലിയെ ഒന്നും അവൾ ഒരുപാട് ഓവർ ഫോക്കസ്ഡ് ആയി പോയിട്ടില്ല. എനിക്കതിന് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ അവൾക്കത് മനസ്സിലാവില്ല. അത് മനസ്സിലാവില്ല. ഇപ്പം എൻ്റെ മോനോടാണെങ്കിലും, മോൻ കുറച്ചുകൂടി ചില കാര്യങ്ങളിലൊക്കെ അവൻ കുറച്ചുകൂടി പ്രാക്ടിക്കലി ചിന്തിക്കാറുണ്ട്. അവനറിയാം ഞാൻ അമ്മയ്ക്ക് ഒരുപാട് കാലം എന്നെ അങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പഠിക്കണം, ഞാൻ കയറണം, ഞാൻ ഇന്ന സ്ഥലത്ത് ഇവിടെ ഇത്ര സമയത്തിനുള്ളിൽ എത്തണം എന്നൊക്കെ. പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ വരിക. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ അവനുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വിശ്വാസമാണ്. അവൻ്റെ സംസാരത്തിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ദൈവകൃപ നന്നായി വരിക എന്നുള്ളത്. ചേച്ചി, ആ ഒരു സമയത്ത് അല്ലെ, ആ ഒരു യാത്രയിൽ സൊസൈറ്റിയുടെ ഇൻവോൾവ്മെൻറ്റ് അറിയാലോ നമുക്ക്.
നമ്മൾ ആരും ഒന്നും ചോദിക്കേണ്ട, നമ്മൾ ആരും ഒന്നും പറഞ്ഞ അവർ തന്നെ ഇടിച്ചു കയറി വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയും. അയൽപക്കക്കാരായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, സമൂഹം, സുഹൃത്തുക്കൾ, എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള അവരുടെ വേർഷൻസ് ഉണ്ടാവും. നീ അങ്ങനെ ചെയ്യുക, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, രണ്ടാമതൊരു കല്യാണം കഴിച്ചുകൂടെ, അല്ലെങ്കിൽ നീ എല്ലാം ബാക്ക് ടു ബാക്ക് ഓരോരോ ബിസിനസ്സുകളായിട്ട് ഫ്ലോപ്പ് ആവുന്നു, അപ്പം നീ ചെയ്യുന്നതിനകത്ത് എന്തോ കുഴപ്പങ്ങളുണ്ട്. അങ്ങനെ കുറ്റങ്ങളും കുറവുകളും പരാതികളും പരിഭവങ്ങളും ഇത് മാത്രം കേട്ടോണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേ അതിനും നമുക്ക് അവർക്കും ആൻസർ കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയും നമ്മളെ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണ്. പിന്നെ ഇവരുടെയൊക്കെ വാ മൂട്ടണം എന്നുള്ളതും നമുക്കുണ്ട്. നമുക്ക് എങ്ങനെയും ജയിച്ച് കാണിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കൂടെ ഒരു ഹാൻഡിൽ ചെയ്യുക. ചേച്ചിയും വളരെ യങ്ങാണ്. ഞാൻ എൻ്റെ ഈ പറഞ്ഞ സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം ഒരു സമയത്ത് വീട്ടുകാരെ, ഭർത്താവിൻ്റെ വീട്ടുകാരെ, സമൂഹത്തിനെ, ബന്ധുമിത്രാദികളെ, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരെ എല്ലാവരെയും മറുപടികൾ കൊണ്ട് തൃപ്തിപ്പെടുത്താനും നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഈ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയാനും തിരുത്താനും അങ്ങനെ അല്ല എന്ന് സംസാരിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു ഞാൻ. പിന്നെ എനിക്ക് മനസ്സിലായി ഒരു കാര്യമില്ല, ഇതിലൊന്നും ഒരു കാര്യമില്ല. എന്നെ മനസ്സിലാക്കേണ്ടത് എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങൾ, ഇവർക്ക് മാത്രം എന്നെ മനസ്സിലായാൽ മതി. ബാക്കിയുള്ളവർ എന്നെക്കുറിച്ച് എന്നെ അറിയാത്ത ആൾക്കാർ എന്നെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടെന്നറിയോ? എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്നെക്കുറിച്ച് പറഞ്ഞ കഥകൾ ഞാൻ എൻ്റെ ചെവിയിൽ, ലൈവിൽ എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ അറിയാത്ത സമൂഹം എന്നെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു. ഞാൻ ഇതിൽ വീണുപോയ ഈ കുടുംബം ഇല്ല. എനിക്കൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനൊന്നും മറുപടികൾ കൊടുക്കുകയല്ല വേണ്ടത്. ഒന്നുകിൽ ഞാൻ ജീവിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഞാൻ മരിക്കുക. മറുപടികൾ കൊടുത്ത് ഒരാളിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ മക്കൾ ഇവിടെ എത്തി നിൽക്കുന്നു, നാളെ എൻ്റെ മക്കൾ എന്നോട് തിരിഞ്ഞു നിന്ന് വളരെ മോശമായി സംസാരിക്കുന്ന സാഹചര്യങ്ങൾ പോലും വരാം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാണെന്ന് ഒന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല. അവരെന്നോട് ചോദ്യങ്ങളുടെ മേളിൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ തകർത്തേക്കാം. അവിടെയും ഞാൻ മറുപടികൾ കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഒരിക്കലും ഒരാളിനെയും ഒരു മറുപടികൾ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. എൻ്റെ ജോലി, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കടമകളുണ്ട്. എൻ്റെ അമ്മയും അച്ഛനെയും ഞാൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നെ സൃഷ്ടിച്ചവരാണ്, അവരെ സംരക്ഷിക്കണം. എൻ്റെ കൂടപ്പുറപ്പിനൊരു പ്രശ്നം വന്നാൽ അവളെ താങ്ങാൻ പറ്റുന്ന പോലെ ഞാൻ താങ്ങണം. അനുവാദമില്ലാതെ എൻ്റെ മാത്രം ഇതിൽ ഉത്തരവാദിത്തത്തിൽ വന്ന എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ഒരു കരയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. എൻ്റെ എല്ലാ സങ്കടങ്ങളിലും കൂടെ നിന്ന് എൻ്റെ സുഹൃത്തുക്കളെ പറ്റുന്നത് പോലെ തിരിച്ചു ചെയ്യാൻ പറ്റണം. എന്നെ പിടിച്ചു നിർത്തുന്ന ഓരോ മനുഷ്യർക്കും അറ്റ്ലീസ്റ്റ് നന്ദിയോടെയെങ്കിലും ഇരിക്കാൻ എനിക്ക് സാധിക്കണം. ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കെന്നല്ല, ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഏത് വ്യക്തികൾക്കാണ് നമ്മൾ മറുപടി കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നത്? ഒരു പ്രാവശ്യം പറയാൻ പറ്റും, 2 പ്രാവശ്യം പറയാൻ പറ്റും, 3ാമത്തെ പ്രാവശ്യം ഇവർ വീണ്ടും നമ്മളെ ഇത് തന്നെ പറയും. നമ്മൾ ഓരോ ആളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ 10 പേരുടെ അടുത്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാൻ ഇങ്ങനെ ഒരാളാണ്, അവർ വിശ്വസിക്കുന്നു എന്നാണോ വിചാരിക്കുന്നത്? അല്ല, അവർ വിശ്വസിക്കില്ലെന്നേ. നമ്മളെ സ്നേഹിക്കുന്ന ഒരാള് ഒരിക്കലും നമ്മളിലൊരു കുറ്റമുണ്ടെങ്കിൽ പോലും നമ്മളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കത്തില്ല. ചേർത്ത് നിർത്തിയിട്ട് പതുക്കെ ചോദിക്കും, ഇങ്ങനൊരു കാര്യം അങ്ങനെയാണോ, ഓക്കെ ആണോ, നീ സമാധാനപ്പെടും, നീ ഓക്കെ അല്ലേ, നമ്മളുണ്ട് എന്നേ പറയുള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ പോരെ നമ്മളോടൊപ്പം? എന്തിനാ ഈ 1000 പേര് നമ്മുടെ പിന്നിൽ ഇങ്ങനെ നടന്നു വരുന്നത്? ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ, കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കുന്നവരും എന്നെ മോശമാക്കി പറയുന്നവരും എൻ്റെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നവരെ എന്തിനിവരെന്നെ, എൻ്റെ കുടുംബത്തിനെയും എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നു, ഞാൻ എന്ത് തെറ്റാണ് ഇവരോടൊക്കെ ചെയ്തത് എന്ന് ഞാൻ ആലോചിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇപ്പം ഒരു ചാനലിൽ ഇരിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ എന്നെ അവർക്കറിയില്ല. ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അവർ പലരും പറഞ്ഞൊരു ചിത്രമായിരിക്കും അവരുടെ മനസ്സിൽ. ഞാനും അവരും തമ്മിൽ നേരിട്ട് കാണുന്നില്ല. അവർ എത്രയോ കാലം ചിലപ്പോൾ എന്നെ വളരെ മോശമായിട്ട്, പക്ഷെ അവരൊരിക്കലെങ്കിലും എന്നോടൊപ്പം സഹകരിക്കാൻ സാഹചര്യം കിട്ടിയാൽ അവർ തിരുത്തും. ഇനി അതുകൊണ്ടും തിരുത്തിയില്ലെങ്കിൽ എനിക്കത് വേണ്ട. ഞാൻ പഠിച്ച ഒരു പാഠം അതാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, മോശം പറയുന്നവർ മോശം പറയട്ടെ.
അതെനിക്ക് കുടുംബത്തിൽ നിന്നായാലും പുറത്തുനിന്നായാലും വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. ഞാൻ എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ആരുടെയും ഗുഡ് ബുക്സിൽ കയറാൻ ചേച്ചിക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാത്തല്ലടാ, പറ്റില്ല. എടാ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്നേ. നിങ്ങൾ പറയുന്നത് പോലെ അല്ല ഞാൻ, നിങ്ങൾ ധരിക്കുന്നത് പോലെ അല്ല ഞാൻ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ്, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ്, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ, പറഞ്ഞു മനസ്സിലാക്കാൻ, എൻ്റെ ശരികളെ ബോധ്യപ്പെടുത്താനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ കേട്ടിരിക്കുന്നവരൊക്കെ തന്നെ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഒരാളിൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം വന്നാൽ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാറൂല. അവർക്ക് സ്വയം തോന്നണം. അങ്ങനെ തോന്നാനും മാത്രം നമ്മൾ അത്ര അടുപ്പമുള്ളവരാവണ്ടേ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പൊ ചേച്ചി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് മറ്റുള്ളവരെ ഞാൻ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലടാ, ഞാൻ ചോദിച്ചോട്ടെ. എടാ ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ് എന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു 10 പേരോട് കാണിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് എന്ത് തരും? പറയൂ, എനിക്ക് എന്ത് തരും? കൂടി വന്നാൽ പറയും ചേച്ചി ഓക്കെ ആവും, എല്ലാം ശരിയാവും. അതുകൊണ്ട് ഓക്കെ ആവോ? ഇല്ല. ചിലർ മാറി നിന്ന് എന്നെ കളിയാക്കും. പിന്നെ അവളത് ആവശ്യം, ഇത് കിട്ടണം അവൾക്ക്. ഇതിങ്ങനെയാണ്, സമൂഹം ഇങ്ങനെയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ധരിച്ചോട്ടെ, ഇഷ്ടമുള്ള പോലെ ധരിച്ചോട്ടെ. ഞാൻ ഒരിക്കലും ഇപ്പം ഇന്നത്തെ ഒരു ചിത്രം എടുത്ത് ഞാൻ ഇന്ന് തന്നെ ഇടുന്ന ഒരു സ്വഭാവമൊന്നും എനിക്കില്ല. അതൊക്കെ ഇങ്ങനെ ഗാലറി കാണും, എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുക. ചിലപ്പം പിള്ളേരായിരിക്കും എൻ്റെ ഇത് ഇൻസ്റ്റ നോക്കുക, എൻ്റെ പാസ്വേഡൊക്കെ ഉണ്ട്. അപ്പം അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ നേരെ വേറെ പിള്ളേരാണ്. അപ്പം അവരൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനിതൊരിക്കലും ഒപ്പം മിനിറ്റ് സെക്കൻഡ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളെ അല്ല. ഇതൊക്കെ കണ്ട് ജഡ്ജ് ചെയ്തിട്ട് എന്നെ ചീത്ത പറയുന്നവരും ഉണ്ട്. എനിക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങളുള്ളവരൊക്കെ വിചാരിക്കുന്ന വെച്ചാൽ ഞാൻ എപ്പോഴും ഇവിടെ അടിപൊളിയാണെന്നാണ്. പൈസ തരാൻ മാത്രം നിനക്ക് ഇതില്ല, നിനക്ക് ഇതൊക്കെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യല്ലേ ലൈഫ്, പൈസനൊന്നും ഒരു ബുദ്ധിമുട്ട്. ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് എൻ്റെ പ്രശ്നങ്ങളിൽ ഒന്നും ആർക്കും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. ഞാൻ തന്നെയാണ് എൻ്റെ പ്രശ്ന പരിഹാരത്തിൻ്റെ ആള്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കുറച്ച് മനുഷ്യരുടെ നല്ല സപ്പോർട്ടും. ഈ ജോലി ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾക്ക് എന്നും ജോലി കിട്ടുക, അത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിൽ 6 മാസം ജോലി ഉണ്ടെങ്കിൽ 6 മാസം ജോലി ഇല്ലാത്ത ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും ഇതൊരു സീസണൽ ബിസിനസ്സാണ്. ഏത് ബിസിനസ് എടുത്താലും അതിനൊരു സീസൺ ഉണ്ട്, അപ്പോഴേ കിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഡൗൺ ആവും. ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെ റോൾ ചെയ്ത് കളിക്കണം. നമ്മുടെ ചെലവുകൾ കുറയില്ലല്ലോ. അതെ, ടിപ്പിക്കൽ മലയാളി എപ്പോഴും ലോണിന്റെ പുറത്തല്ലേ. സാലറി വന്നാൽ ചിലപ്പം 1 മിനിറ്റത്തേക്കൊക്കെ മെസ്സേജ് കാണുന്ന സമയം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് ഇങ്ങോട്ട് കിട്ടുന്നു, അങ്ങോട്ട് പോകുന്നു. ഓക്കെ ശരി ആയിക്കോട്ടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വപ്നം കാണാറുണ്ടോ? ഇഷ്ടംപോലെ. സ്വപ്നം മാത്രം കാണാൻ കാശ് കൊടുക്കണം. ഇഷ്ടമുള്ളതൊക്കെ സ്വപ്നം കാണാൻ. എന്തൊക്കെയാ ചേച്ചിയുടെ ഇനിയുള്ള സ്വപ്നങ്ങൾ? ഇനിയുള്ള സ്വപ്നം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോൻ പഠിച്ച് അവനൊരു നല്ല ജോലി വാങ്ങണം. ടിപ്പിക്കൽ അമ്മയുടെ മനസ്സിൽ മകള് സന്തോഷമായിട്ട് ജീവിക്കണം, അമ്മയെ മരണം വരെ സന്തോഷമായിട്ട് നോക്കണം. അതിനേക്കാളൊക്കെ ഉപരി ഒരു 15 വയസ്സ് മുതൽ ഒരു 50 വയസ്സിനകത്തുള്ള സ്ത്രീകൾ, അതായത് അവർക്കൊരു സ്ഥലത്ത് ജോലി കൊടുക്കത്തില്ല, ഒരു വിവാഹബന്ധം വേർപെടുത്തി അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റിൽ പെട്ടുപോയി, അവർ മനഃപൂർവ്വം അല്ലായിരിക്കും, ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. പിന്നെ തൊഴിൽ സ്ഥലത്ത് മറ്റുള്ളവരുടെ ശാരീരികമായ അതിക്രമം കൊണ്ട്, നിവർത്തികേട് കൊണ്ട് പൊറുതി മുട്ടി ജോലി ചെയ്യുന്ന സ്ത്രീകളെ എനിക്കറിയാം, മനുഷ്യരെ എനിക്കറിയാം. അങ്ങനെയുള്ള കുറച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ 15 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ എപ്പോഴും കുറച്ച് യൗവനയുക്തരായിട്ട് ശാരീരികമായിട്ടൊക്കെ ബലവും സൗന്ദര്യമൊക്കെ ഉള്ളവരെ. അപ്പം ഇവർ പലതരത്തിൽ ആക്രമിക്കപ്പെടാറുണ്ട്. നിവർത്തിയേട് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ലോക്കായി നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അങ്ങനെയുള്ളവർക്കൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു നല്ല ബിസിനസ് സ്ഥാപനം, എൻ്റെ മനസ്സിലൊരു വലിയ ബിസിനസ് സ്ഥാപനമുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനം അവർ ജോലി ചെയ്ത് അവർക്ക് സ്വതന്ത്രമായി ആരെയും പേടിക്കാതെ ജോലി ചെയ്ത് അവരുടെ കുടുംബത്തിനെ പോറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം
എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹം. നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സ്വപ്നം കാണാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് അത് സാധിക്കില്ലായിരിക്കും, പക്ഷെ എന്നാലും ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് അതും കൂടെ ചെയ്യാൻ പറ്റണേ. അതിന് ഞാൻ വലിയൊരു എൻ്റർപ്രണർ ആവണം, ഒരുപാട് കാശുണ്ടാവണം എൻ്റെ കയ്യിൽ. അപ്പം ആ കാശിൽ നിന്ന് എടുത്ത് എനിക്കിത് ചെയ്യണം. ഞാൻ മരിക്കുമ്പം എൻ്റെ രക്തബന്ധമോ സൗഹൃദമോ ഒന്നും അല്ലാത്ത ഒരു കൂട്ടം മനുഷ്യര് എന്നെ ഓർത്ത് ഒരു നിമിഷമെങ്കിലും, അത്രയ്ക്ക് മതി. ബ്യൂട്ടിഫുൾ, റിയലി ബ്യൂട്ടിഫുൾ. കാരണം അവരുടെയും ജീവിതം സന്തോഷിക്കല്ലേ. അവർക്ക് പേടി ഉണ്ടാവരുത്. പേടിച്ച് ജോലി ചെയ്യുന്നവരെ എനിക്കറിയാന്നേ. പേടിച്ചിട്ട് അയ്യോ അയാളിപ്പോ വരും, അല്ലെങ്കിൽ അവരിങ്ങനെ വരും, അങ്ങനെ ചെയ്യും. അതായത് അവർക്ക് കുടുംബം പോറ്റാൻ വഴിയില്ല. ഭർത്താവ് ഉപേക്ഷിച്ചവര്, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ തളർന്നു കിടക്കുന്നവർ, അല്ലെങ്കിൽ കുടുംബത്തിനെ പോറ്റാൻ ആരുമില്ലാത്തവർ, ഈ ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് ഇവരുടെ വയസ്സ്, ഇവരുടെ പിന്നെ യൗവനം, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ശാരീരിക അവസ്ഥ, ഇത് പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. എവിടെ പോയാലും ഇവരെക്കുറിച്ച് മോശം പറയുക, ഇവരെ ഉപദ്രവിക്കുക, ഇവരെ ചൂഷണം ചെയ്യുക. അവർക്ക് മാത്രം എങ്ങും ഒരു സ്ഥലമില്ല പോവാൻ. വയസ്സായവരെ നോക്കാൻ സ്ഥലമുണ്ട്, ചെറിയ മക്കളെ നോക്കാൻ സ്ഥലമുണ്ട്. ഇങ്ങനെയുള്ളവർ അവർക്ക് അറിഞ്ഞൂടാ, ഈ സമൂഹത്തിനും അറിഞ്ഞൂടാ. അവർ പറയും എവിടെയെങ്കിലും പോയി അധ്വാനിച്ച് ജീവിച്ചാൽ പോരെ. അധ്വാനിക്കാൻ പറ്റുന്നില്ലെന്നേ. അധ്വാനിക്കാൻ പോകുന്ന സ്ഥലത്തുള്ള ചൂഷണം ആരോട് പറയും? മക്കളുണ്ട്, തളർന്നു കിടക്കുന്ന ഭർത്താവുണ്ട്, അല്ലെങ്കിൽ അമ്മയുണ്ട്, ബാധ്യതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ജോലിക്ക് പോയേ പറ്റൂ. എന്ത് ചെയ്യും? ആരെയും പേടിക്കാതെ സമാധാനമായിട്ട് വന്ന് ജോലി ചെയ്ത് കാശ് സമ്പാദിച്ച് കുടുംബത്തിനെ പോറ്റുന്നൊരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ ഞാൻ ഹാപ്പി ആയിട്ട് മരിക്കും. അതൊരു വലിയ ഡ്രീമാണ്. അതൊക്കെ നടക്കുമെന്നൊന്നും എനിക്കറിയണ്ട, എൻ്റെ ഒരു ഡ്രീമാണ്. നടക്കും ചേച്ചി, എന്തായാലും. അത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലല്ലോ, എത്രയോ കൂട്ടമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ദൈവവിശ്വാസിയും കൂടെ ചേച്ചിക്ക് അതെല്ലാം നടക്കും. ഇത്രയൊക്കെ നടത്തി തന്നില്ലേ ദൈവം? അയ്യോ സത്യം, ലെവലിലേക്ക് എത്തിച്ചു തന്നില്ലേ ഭഗവാനെ. ഞാൻ എന്നും ആ കാര്യത്തിൽ ദൈവത്തിനോടും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഓരോ വ്യക്തികളോടും ഞാൻ ഭയങ്കരമായിട്ട് നന്ദിയുള്ളവളാണ്. കാരണം ഒന്നുമല്ലാതെ ജീവിക്കേണ്ടി വരുന്ന എന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഇവിടെ വരെ എന്തു വലിയ ബ്ലസ്ഡ് ആണ് ഞാൻ ദൈവമേ എന്ന് ചിന്തിക്കാറുണ്ട്. ഞാൻ ഇറങ്ങുമ്പോൾ എന്നെ 10 പേര് അറിയുന്നു, എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ഭക്ഷണം കിട്ടുന്നു, എൻ്റെ മക്കളെ ജീവിക്കുന്നു. ഇത്രയൊക്കെ ജീവിതത്തിൽ ഓരോ ഫേസിലൂടെ പോകുന്ന ആളാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ, അവിടെ വില്ലത്തിയാവുന്നു, അവിടെ കുശുമ്പ് കാണിക്കുക, അങ്ങനെ ആക്കിയ അത് അഭിനയിച്ച ആൾക്കാരിലേക്ക് എത്തുമ്പം അവരറിയുന്നില്ല ഇത്രയ്ക്കും ഇത് ചെയ്ത ഒരാളാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് അഭിനയിച്ച് ഇതാക്കണത് എന്നുള്ളത്. എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഓരോരോ പ്രശ്നം. എല്ലാവർക്കും ഉണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല ഈ ലോകത്ത്. എന്റേതായിട്ട്, ചേച്ചിക്ക് ചേച്ചിയുടേതായിട്ട്, വേറൊരാൾക്ക് വേറൊരായിട്ട്, എല്ലാവർക്കും മനസ്സിന് ദൈവം നല്ലതും തരും, സന്തോഷവും തരും, അതുപോലെ ദുഃഖവും തരും. അതാ ഞാൻ പറയുന്നത്, ഈ എല്ലാ സാഹചര്യങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്കേ നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചേച്ചിയുടെ ഈ ഒരു ശ്രമങ്ങൾ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചേച്ചി മുന്നേ പറഞ്ഞ 100-ൽ ഒരാളെങ്കിലും തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒരു നല്ലൊരു മോട്ടിവേഷൻ തന്നെയാവും. അവർക്ക് പിടിച്ചെഴുന്നേൽക്കാൻ, നമ്മളെ മുന്നിൽ ഇതുപോലത്തെ നിങ്ങളെപ്പോലെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു കഥ കേൾക്കുമ്പോൾ, ആ യാത്ര കേൾക്കുമ്പോൾ, നിങ്ങളുടെ ആ ധൈര്യം കാണുമ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ മുന്നോട്ട് വരാം, സന്തോഷത്തോടെ ഇരിക്കാം. ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഞാൻ ഒന്നും പല ആൾക്കാരും പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളോട് പറയാറില്ലല്ലോ. വളരെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, സംസാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുള്ളൂ, ദയവേത് നിങ്ങൾ എന്ത് ചോദിച്ചാലും വളരെ എന്താ പറയണേ, ആരെങ്കിലും ഒരാൾക്ക്, ഇപ്പൊ ലക്ഷക്കണക്കിന് മനുഷ്യരിൽ ഒരാളെങ്കിലും അവരുടെ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാം. ഞാൻ എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇന്റർവ്യൂ ചോദിച്ചു, പക്ഷെ ഞാൻ ഒരു ചാനലിൽ മാത്രമേ എനിക്ക് കൊടുക്കാൻ സാധിച്ചോളൂ. അപ്പം മനഃപൂർവ്വം അല്ല, അന്ന് അതിനെ സാധിച്ചോളൂ. പക്ഷെ ആ ഇന്റർവ്യൂ കണ്ടിട്ട് ഒത്തിരി സ്ത്രീകൾ, എന്നെ പോലെ എൻ്റെ സിമിലിയർ അവസ്ഥയിലുള്ള ഒരുപാട് പെൺകുട്ടികൾ, ഒരുപാട് അമ്മമാർ എനിക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ മെസ്സേജ് അയച്ചു. അവരൊക്കെ അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ ഇത്രയും മനുഷ്യർ നമ്മളെപ്പോലെ അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യം തോന്നി, എനിക്ക് സന്തോഷം തോന്നി.
ഞാൻ അന്ന് ഡാൻസ് കളിച്ചതിലും പാട്ട് പാടിയതിലും ആഘോഷിച്ചതിലൊക്കെ എന്നെ ഒത്തിരി വിമർശിച്ച് ചീത്തയൊക്കെ പറഞ്ഞ് വൃത്തിയുടെ തെറിയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനൊന്നും മൈൻഡില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഞാൻ സാധിച്ചു. അത് പിന്നീട് ചിലപ്പോൾ നല്ലതോ ചീത്തയോ ഒക്കെ ആവുമായിരിക്കും, അതൊക്കെ ദൈവഹിതം. ആ മൊമെന്റ് ഞാൻ സന്തോഷിച്ചു. അതിപ്പം മീഡിയ ഉണ്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അപരാധമാണ് ഞാൻ കാണിക്കുന്നതൊന്നും ഞാൻ നോക്കില്ല. എൻ്റെ അത്രയും വർഷത്തെ സ്ട്രഗിളിൻ്റെ ഒരു സന്തോഷപ്പെട്ട മൊമെന്റിൽ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചിരിച്ചിട്ടുണ്ടാവും, മനുഷ്യരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. ആ എൻ്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചത് ഇഷ്ടമില്ലാത്തവർ എന്നെ പലതും പറയുന്നുണ്ടാവും. ഐ ഡോണ്ട് കെയർ. പക്ഷേ ഇഷ്ടമുള്ള ഒരുപാട് മനുഷ്യരെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ലക്ഷോപലക്ഷം മനുഷ്യരിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിയാൽ നമ്മൾ രണ്ടു കൂട്ടരും ഹാപ്പി അല്ലേ? ചേച്ചി ഒരുപാട് എല്ലാവിധ വിശ്വസും നേരാണ്. ഇതേപോലെ തന്നെ ചിരിച്ചോണ്ട് എല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതേപോലെ തന്നെ ചേച്ചിയുടെ കഥയിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും എന്തൊരു പ്രശ്നവും ഇതുപോലെ ചിരിച്ചോണ്ട് സ്ട്രോങ് ആയിട്ട് നമുക്ക് നേരിടാം. യെസ്, വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ചേച്ചി. Just keep going, keep on going. ഇതേപോലെ നല്ല ഇതായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. ഞങ്ങൾ എല്ലാവരും എന്താ പറയാ, വലിയ അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ് ലേഡി കൂടെ ആവട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ എന്നും കൂടെ വിഷ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മൈ ഡിയർ. താങ്ക് യു ചേച്ചി. താങ്ക് യു മൈ സ്റ്റോർ.